പരിശുദ്ധ കുർബാനയാകുന്ന പരമരഹസ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത് യേശു തമ്പുരാൻ തന്നെയാണ്. അവൻ അവരോട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. ലൂക്ക 22:19-20 വാക്യങ്ങൾ. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35. തിരുസഭയുടെ ഉറവിടവും സ്രോതസ്സും നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യവുമായ പരിശുദ്ധ കുർബാനയാകുന്ന പരമരഹസ്യത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ആയുഷ്കാലം മുഴുവൻ ധ്യാനിച്ചാലും തീരുകയില്ല. അതിനാൽ ഈ മഹാരഹസ്യത്തെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അടുത്തറിയാനും അനുഭവിക്കാനും നാം നിരന്തരം ധ്യാനപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അതിന് സഹായമായ വിധത്തിൽ തുടർന്നു വരുന്ന ഏതാനും എപ്പിസോഡുകളിലായി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ആദ്യം പരിശുദ്ധ കുർബാനയുടെ പഴയ നിയമ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കാം. എനിക്ക് ചെയ്തിട്ടുള്ള സകല ഉപകാരങ്ങൾക്കും പകരമായി കർത്താവിന് ഞാൻ എന്തു നൽകും? രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സകല ജനത്തിൻ്റെയും മുമ്പാകെ കർത്താവിന് എൻ്റെ നേർച്ചകൾ ഞാൻ അർപ്പിക്കും എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ ഇത്തരുണത്തിൽ പ്രത്യേകം സ്മരണീയമത്രേ. സങ്കീർത്തനം 116:12-13 വാക്യങ്ങൾ. മലങ്കര ആരാധനക്രമപ്രകാരമുള്ള പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് വൈദികൻ ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് കാസയിലെ മിശ്രിതം സമർപ്പിക്കുന്നത്. സകല ജനത്തിനും വേണ്ടിയുള്ള ഈ കൃതജ്ഞതാ സ്തോത്രം പരമപിതാവിന് എന്നേക്കുമായി സമർപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശുമിശിഹായാണ്. അനുദിന ദിവ്യബലിയിൽ പങ്കുചേരുമ്പോഴെല്ലാം നമ്മുടെ കർത്താവ് മുഖേനയുള്ള ഈ കൃതജ്ഞതാ സ്തോത്രത്തിൽ നാം പങ്കുചേരുകയാണ്. അതുവഴി നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ നാം ഉൾച്ചേരുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ ആബേലിൻ്റെ ബലിയും നോഹയുടെ യാഗാർപ്പണവും മൽക്കീസദേക്കിൻ്റെ കാഴ്ചയർപ്പണവും അബ്രഹാമിൻ്റെ ബലിയും ഏലിയായുടെ ദഹനബലിയും മറ്റു ബലികളുമെല്ലാം പുതിയ നിയമത്തിൽ യേശു അർപ്പിച്ച ബലിയുടെ മുൻകുറികളും സൂചനകളുമായിരുന്നു. പഴയ പെസഹായും മരുഭൂമിയിൽ യാത്രാഭക്ഷണമായി ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ മന്നായും പരിശുദ്ധ കുർബാനയുടെ മുൻ സൂചനകളാണ്. പഴയ ബലിയുടെയും കാഴ്ചയർപ്പണത്തിൻ്റെയും സ്ഥാനത്ത് യേശുക്രിസ്തുവിലൂടെയാണ് പുതിയത് സ്ഥാപിതമായത്. ഈ വിവരണങ്ങളിലെ വിചിന്തനത്തിലൂടെയും ധ്യാനത്തിലൂടെയും അനുദിന ബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തം കൂടുതൽ സജീവമാക്കി ആത്മാഭിഷേകാനുഭവത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.